ഇതിൽ സക്കാത്തിനെ സംബന്ധിച്ചാണ് പരാമർശം. അതിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: അവകാശികൾക്ക് ലഭിക്കുവാൻ ഏറ്റവും ശരിയായ മാർഗം സംഘടിതമായി നൽകുന്നതാണ്. മുതലാളിമാർ തന്നെ അവകാശികളെ തീരുമാനിക്കുന്ന യഥാർത്ഥ അവകാശികൾ അവഗണിക്കപ്പെടുക, വാദത്തിനു വേണ്ടി അവകാശികൾക്ക് ലഭിക്കുകയില്ലെന്ന് നാം സമ്മതിക്കുക. എന്നാൽ പോലും ഉടമസ്ഥൻ നേരിട്ട് അവകാശികൾക്ക് തൻ്റെ സക്കാത്ത് നൽകുവാൻ പാടില്ലെന്നാണ് ഇസ്ലാമിൻ്റെ ഖണ്ഡിതമായ വിധി. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉള്ള ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് എന്ന നിലക്ക് പറയാണ്: നിങ്ങൾ പ്രവർത്തകന്മാരിലേക്ക് തന്നെ സക്കാത്ത് നൽകുവീൻ, അവർ അത് അവകാശികൾക്ക് നൽകാതെ കള്ള് വാങ്ങി കുടിച്ചാലും. കേട്ടില്ലേ? അതായത് ഈ സക്കാത്തിന്റെ പ്രവർത്തകരായി വരുന്ന ഈ കമ്മിറ്റിയുടെ പ്രവർത്തകർക്ക് സക്കാത്ത് കൊടുക്കണം. അവരതുകൊണ്ട് കള്ള് വാങ്ങി കുടിക്കുകയാണെങ്കിൽ പോലും അവർക്ക് കൊടുക്കണം, വ്യക്തികൾ കൊടുത്താൽ മതിയാവുകയില്ല. ഇത് കേരള നദൂത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന മുസ്ലിങ്ങളിലെ അനാചാരങ്ങൾ എന്ന പുസ്തകമാണ്. അപ്പൊ ഈ നിലക്ക് സക്കാത്ത് വാങ്ങിയിട്ട് കള്ള് കുടിക്കട്ടെ, അതിന് നമ്മൾ സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്ന ഒരാശയത്തിലാണ് ഇപ്പോൾ പുത്തൻവാദികൾ ഉള്ളത്. അത് പക്ഷേ സാധാരണക്കാരായ സക്കാത്ത് നിർബന്ധമാണെന്ന നിലക്ക് പടച്ചവനെ അള്ളാഹുവിൻ്റെ അടുക്കൽ കുടുങ്ങുമല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കുന്ന സാധാരണക്കാർ ഇതറിയില്ല. ഇത് മൗലവിമാരുടെ ആശയമാണ്. സക്കാത്ത് വാങ്ങിയിട്ട് അവർ കള്ള് വാങ്ങി കുടിച്ചാലും അവർക്ക് കൊടുക്കണം, നിങ്ങൾ ആളെ മനസ്സിലാക്കി കൊടുക്കാൻ പാടില്ല. ഇനി ഇതിൽ തന്നെ ഞാൻ ഇന്ന് കണ്ടൊരു വിഷയമാണ്: അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സക്കാത്ത് വിതരണം ചെയ്യാമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. സമസ്തയിലെ മുസ്ലിയാക്കന്മാർ വളരെയധികം ആദരിക്കുന്ന ഷെഹറാനിയുടെ മീസാൻ എന്ന ഗ്രന്ഥത്തിൽ തന്നെ എഴുതുന്നത് ശ്രദ്ധിക്കുക: ഇത്തഫഖൽ അഇമ്മത്തുൽ അർബഅതു അലാ അന്നഹു യജൂസു ഇഖ്റാജു സക്കാത്തി ലിബിനാഇ മസ്ജിദിൻ ഔ തക്ഫീനി മയ്യിത്തിൻ. പള്ളി നിർമ്മിക്കുവാനും മയ്യിത്തിനെ കഫൻ ചെയ്യുവാനും സക്കാത്തിന്റെ പൈസ വിനിയോഗിക്കൽ അനുവദനീയമാണെന്ന് 4 മദ്ഹബിന്റെ ഇമാമുകളും യോജിച്ച് പറയുന്നു. മീസാൻ 2:14. ഞാനിത് കണ്ടപ്പോൾ ഞാൻ ആ മീസാനൊന്ന് എടുത്ത് നോക്കി. എന്നിട്ട് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സക്കാഫിയുണ്ട്, ഷഹീദ് സക്കാഫി. അദ്ദേഹത്തോട് പറഞ്ഞു, അതില്ല, വിട്ടുപോയതാണ്, അച്ചടിയിൽ വിട്ടുപോയതാണ്. അല്ലാതെ അങ്ങനെ ഒരിക്കലും ഇമാം ഷെഹറാനി പറയൂല. കാരണം 4 മദ്ഹബിന്റെ കിതാബുകളിലും അങ്ങനെ ഇല്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, അതിനിപ്പോൾ നമ്മളടുത്തുള്ള നുസ്ഖ അങ്ങനല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഏത് നുസ്ഖ നോക്കിയാലും ഇമാം ഷെഹറാനി ഇങ്ങനെ പറയൂല, അവിടെ എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു, തിരഞ്ഞു നോക്കാൻ പറഞ്ഞു. അപ്പോൾ വാട്സപ്പിൽ ഈ കമ്പ്യൂട്ടറിൽ തിരഞ്ഞു. അപ്പോൾ ഹുത്തിക്കാല നുസ്ഖത്തിൽ മുഅല്ലിഫി വഇദ്ദത്തി നുസ്ഖിൻ ഖതിയത്തിൻ നഫീസ എന്ന് പറഞ്ഞിട്ട് ദക്തൂർ അബ്ദുറഹ്മാൻ ഇബ്നു മുഹമ്മദ് സഅദി അദ്ദേഹം തഹ്ഖീഖ് നടത്തി പ്രസിദ്ധീകരിച്ച കോപ്പിയിൽ കാണാം, ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ ഇത്തഫഖൽ അഇമ്മത്തുൽ അർബഅതു അലാ അന്നഹു ലാ യജൂസു ഇഖ്റാജു സക്കാത്തി ലിബിനാഇ മസ്ജിദിൻ ഔ തക്ഫീനി മയ്യിത്തിൻ. സുഹൃത്തുക്കളെ, ഇതാണ് നാദാപുരത്തൊന്നും പണ്ടുണ്ടായത്, ലാകട്ടത്. ഈ ലാകക്കൽ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അപ്പൊ ഇങ്ങനെ പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി നേരെ തല തിരിച്ച് ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളും ഖുർആനിലെ ആയത്തുകളും പറഞ്ഞ് ആളുകളെ സക്കാത്ത് സംഭരിച്ച് കള്ളു കുടിക്കട്ടെ എന്നാ പറയുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് ഈ പുത്തൻവാദികൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ മുസ്ലിം പണ്ഡിതന്മാർ കൃത്യമായി വിഷയങ്ങൾ പറഞ്ഞേ തീരും, അല്ലെങ്കിൽ ഇസ്ലാം ഇവിടെ ഉണ്ടാവുകയില്ല. ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ കുറ്റ്യാടിയിൽ വെച്ച് പറയുന്നുണ്ട്. ഒരു അൽബയാനുണ്ട്, ഇൻഷാ അല്ലാഹ് ആ അൽബയാന്റെ വിശദീകരണവും അൽബയാനിൽ മട്ടന്നൂർ അബ്ദുള്ള മുസ്ലിയാർ എഴുതിയൊരു ലേഖനം വലിയ വിഷയമായിട്ട് എല്ലാ മൗലവിമാരും എടുത്തു പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ കുറ്റ്യാടിയിൽ നിന്ന് പറയുന്നുണ്ട്. കഴിയുന്നവരൊക്കെ അവിടത്തേക്ക് ക്ഷണിച്ച് ഞാനൊരു വാക്കുകൾ നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.